ഞാനേ ഒരു ക്വിക്കായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഉം, ആരെങ്കിലും ഉം, നിന്നെ ഹേർട്ട് ചെയ്താ ഉം, പെട്ടെന്ന് ഉം. മനസ്സിലേക്ക് റിവെഞ്ച് എടുക്കണം എന്ന് തോന്നാറുണ്ടോ? അയ്യോ! എത്ര പ്രാവശ്യം തോന്നിയിട്ടുണ്ടെന്നറിയോ? എനിക്കും. പ്രത്യേകിച്ചുണ്ടോ ഡിസ്റെസ്പെക്ട് ചെയ്യുക, പിന്നെ മിസ്ട്രീറ്റ് ചെയ്യുക, ഹേർട്ട് ചെയ്യുന്നൊക്കെ അവസ്ഥ വന്നാലിടാ ഈഗോവും ആ പെയിനും കൂടി ഒരു വല്ലാത്ത കോമ്പിനേഷൻ ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു വാശി, ദേഷ്യമൊക്കെ വരും. മാത്രമല്ല വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന കാര്യമാണ് ഞാനത് ഈ റിവെഞ്ച് മെന്റാലിറ്റി വരുമ്പോൾ. ആക്ച്വലി റിവെഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇല്ലേ അതിനൊരു നെഗറ്റീവ് ഇതിലല്ലേ നോക്കുന്നത്. ഇത് കുറച്ച് പോസിറ്റീവ് സൈഡ്സും ഉണ്ട് കേട്ടോ. ചില ഈ നമുക്ക് നമ്മൾക്ക് ഹേർട്ട് ആവുമ്പോഴാണല്ലോ നമുക്ക് റിവെഞ്ച് എടുക്കാൻ ഉം, തോന്നുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് നമ്മളെ തന്നെ ഇമോഷണലി നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ദാറ്റ് സംതിങ് ഈസ് ഹേർട്ടിങ് എസ് എന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ, നമ്മൾ ചിലപ്പം ടു പ്രൂവ് എ പോയിന്റ് നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്യും അല്ലേ. അതിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ ഇനി കുറച്ച് ചിലപ്പോൾ ഒരു സ്റ്റെപ്പും കൂടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ലെവലിൽ എത്താം എന്നുള്ളപ്പം നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നോക്കും. എസ്പെഷ്യലി ഓഫീസ് സിനാരിയോയിലൊക്കെ വേറെ നമ്മളെപ്പോലെ അത്ര കഴിവൊന്നും ഇല്ലാത്തവർക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയാൽ ആഹാ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ട്രൈ ചെയ്ത് നമ്മൾ നെക്സ്റ്റ് പ്രൊമോഷൻ എടുക്കുക. എടുക്കും. അപ്പം അങ്ങനത്തെ ഒരു കാര്യവും വരും. അപ്പം ആക്ച്വലി ഈ റിവെഞ്ച്ഫുൾ ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് പുഷ് ചെയ്ത് നമ്മളുടെ സെൽഫ് വർത്തിന് അത് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല ഫീലിംഗ് അല്ലേ? അതൊരു പോസിറ്റീവ്. പക്ഷെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെടാ. പ്രത്യേകിച്ച് പഴയ മൂവീസിലൊക്കെ കാണുമ്പോൾ അറിയാം, ഒരു ഫാമിലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു കാരണവരോ ഒരു മെമ്പറോ നമ്മളെ ഒന്ന് ഹേർട്ട് ചെയ്തു വെച്ചു, എസ്പെഷ്യലി ആ ഹീറോനെയോ ഹീറോയിനെയോ ഹേർട്ട് ചെയ്യുമ്പോൾ അവർ ഈ പകരം വീട്ടുക എന്ന് പറഞ്ഞ് ചെയ്യുന്നത് അവർക്ക് പറ്റുന്ന റൈറ്റ് ഓർ റോങ് വേസ് കൂടി പോയിട്ട് എങ്ങനെയെങ്കിലും മറ്റേ ആളുടെ മുമ്പിൽ അവർക്കൊന്ന് പ്രൂവ് ചെയ്യണം. അത്രയേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ പ്രൈമറി ഗോളിൽ നിന്നും അവർ കംപ്ലീറ്റ്ലി തെറ്റിപ്പോയില്ലേ ഈ റിവെഞ്ച് വന്നുകൊണ്ട്. അതെ. ഇപ്പൊ നീ പറയുന്ന ഒരു സിനാരിയോ വന്നിട്ട് എനിക്ക് പെട്ടെന്ന് ബാസിഗർ ഓർമ്മ വന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ദാറ്റ് ഈസ് റിയലി ബാഡ്. അപ്പം അങ്ങനെയല്ല. ഇതിന് നെഗറ്റീവ് സൈഡ് ഇതാണ് പ്രശ്നവും. നമ്മൾ ഈ ഹേർട്ട് ഫീലിങ്ങിനെ നമ്മളുടെ ഉള്ളിലിട്ട് അതിനെ പിന്നെയും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ നമ്മളുടെ നല്ലൊരു എനർജിയും പോസിറ്റിവിറ്റിയും ഒക്കെ ഡ്രെയിൻ ഓഫ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് ചെയ്യാൻ വേണ്ടാത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകും. അപ്പം എന്താണെന്നറിയാം, ടു പ്രൂവ് എ പോയിന്റ്. എഗെയിൻ നമ്മൾ നമ്മുടെ സെൽഫ് ഗോളിൽ നിന്ന് നമ്മൾ മാറിയാ പോകുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഹാപ്പിനെസ് കിട്ടുമോ, നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും പൊസിഷനിൽ എത്തിയാൽ പോലും നമുക്കൊരു ഹാപ്പിനെസ് ഉള്ളിൽ നിന്ന് വരില്ല. അപ്പം ഇങ്ങനെയുള്ളവിടത്ത് ശരിക്കും ഈ റിവെഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് പകരം ആക്ച്വലി നമ്മളെ ഒന്നും ഒരു ഹെൽപ്പും ചെയ്യുന്നില്ല. ആ ഈ ഇമോഷൻ വരുമ്പോണ്ടല്ലോ നമ്മൾ സൈലന്റ്ലി ആക്ച്വലി ആംഗ്രി ആണ് ഇടാം. കൂടാതെ നമ്മൾ നമ്മുടെ ഇമാജിനേഷനിൽ പിന്നെയും ആ സീൻ എന്ന് അവരെ മീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയൊക്കെ ആർഗ്യുമെന്റ് ഉണ്ടാവുക അവരെ പറ്റി തന്നെ ആലോചിക്കുക. അതുപോലെ വല്ലാത്ത ഒരു ബെറ്റർമെന്റ് അല്ല, ഒരു ബെറ്റർ ഫീലിംഗ് നമ്മളെ ഉള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ റിവെഞ്ച്. ഉം. അപ്പം നമുക്ക് ഈ റിവെഞ്ച് ഫീലിംഗ് എടുക്കുമ്പോൾ ഇല്ലേ വരുമ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആലോചിക്കാം. നമ്മൾ ഈ റിവെഞ്ച് എടുത്തോണ്ട് നമുക്ക് ആക്ച്വലി ഒരു ഹീലിംഗ് കിട്ടുമോ അതോ പെയിൻഫുൾ ആവുമോ എന്ന്. ചിലപ്പോൾ ചില റിലേഷൻസെ അതുകൊണ്ട് ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റും, പോയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പം ഇതെന്താണ് നമുക്ക് തരുന്നതെന്ന് നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒന്ന് ആലോചിച്ച സമയത്ത് നമുക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാണ്ടും ഇരിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാം, ഓക്കെ, ഇതൊരു നല്ല രീതിയിലാണോ അതോ ഒരു മോശം രീതിയിലാണോ ഞാൻ എടുക്കേണ്ടത്, അവരെടുക്കേണ്ടതല്ല നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഗോൾ അച്ചീവ് ചെയ്യാനാണെങ്കിൽ അത് വളരെ നല്ല കാര്യം. അതേസമയം ഇത് നമുക്ക് പെയിനും നമ്മളെ ഹേർട്ടുമാണ് കൂടുതൽ ചെയ്യാൻ പോകുന്നതെങ്കിൽ നമുക്കത് അവിടെ നിർത്താനും നമുക്കൊരു സാഹചര്യം റെഡിയാക്കി കിട്ടും. അപ്പം റിവെഞ്ച് എന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെ ഒരു പ്രവൃത്തിയിലാണല്ലോ വരുന്നത്. അത് അവിടെ കിടക്കട്ടെ. നമുക്ക് നമ്മളുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് അത് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ദെൻ പ്രോബബ്ലി വി കൻ ഡു ഇറ്റ്. അതായത് ഈ ഇമോഷൻ വരുമ്പോൾ നമുക്കൊരു താൽക്കാലിക സാറ്റിസ്ഫാക്ഷനെ കിട്ടുന്നുള്ളൂ അല്ലേ. പക്ഷെ നമ്മൾ ആ ആങ്കറിന്റെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പം കുറച്ചും കൂടി ഈസിയാ എനിക്ക് തോന്നുന്നത് ലെറ്റ് ഇറ്റ് ഗോ, അത് വിടുക. നമ്മൾ നമ്മളിലേക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുക. ഏതോ ഒരാൾ പറഞ്ഞ ഒരു വീഡിയോയിൽ കണ്ട പോലെ ഇത് റിവെഞ്ച് എടുക്കുക പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ ഒരു ഹോട്ട് ബോൾ ഓഫ് ഫയർ നമ്മൾ പൈൽ പിടിച്ചിട്ട് ഒരാളെ മേലേക്ക് എറിയാൻ വെച്ചോളൂ. അയാളെ മേലെ തട്ടോ തട്ടാണ്ടിരിക്കാനോ ആവാം, പക്ഷെ നമ്മൾ ഈ പിടിച്ചിരിക്കുന്നില്ലേ നമ്മളെ കയ്യിൽ, ആ കൈ നമ്മുടെയല്ലേ പൊള്ളുന്നത്. അപ്പൊ നമ്മളെ കൂടുതൽ ഹേർട്ട് ചെയ്തിട്ട് വേറൊരാളെ ഉപദ്രവിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. അത് അപ്പൊ നമുക്ക് ലെറ്റ് ഇറ്റ് ഗോ. നമുക്ക് നമ്മളെ ബ്ലെസ്സിങ്സ് ഒക്കെ കൗണ്ട് ചെയ്യാം. ആസ് വി ഓൾവേസ് സേ, കൗണ്ട് ആർ ബ്ലെസ്സിങ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് ഹർ വിത്ത് റെൻ ആൻഡ് ഗോ.